ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ രണ്ടാമത്തെ സോളോ ട്രിപ്പിൻ്റെ വീഡിയോസാണ്. സ്ഥലം ഒരുപാട് ദൂരെയൊന്നുമല്ല. ബാംഗ്ലൂരിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ. കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു തഞ്ചാവൂർ യാത്ര. പെട്ടെന്ന് തന്നെ അത് നടക്കുകയും ചെയ്തു. ആസ് യൂഷ്വൽ അധികം പ്രിപ്പറേഷനൊന്നും ഉണ്ടായില്ല. 2 ദിവസം മുന്നെയാണ് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തതും സ്റ്റേ ബുക്ക് ചെയ്തതൊക്കെ. ബാംഗ്ലൂരിൽ നിന്ന് നൈറ്റ് ബസ് കയറി മോർണിംഗ് ആകുമ്പോഴേക്ക് തഞ്ചാവൂർ ബസ് സ്റ്റാൻഡ് എത്തി. ബസ് എത്തിയത് കുറച്ച് ലേറ്റായിട്ടായിരുന്നു. കുറച്ച് ടൈം അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് തഞ്ചാവൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ ടൗണിൽ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് തലയാട്ടി പാവകളാണ്. ഓരോ ഷോപ്പിൻ്റെ മുമ്പിലും പല സൈസിലുള്ള പാവകൾ വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേ ബുക്ക് ചെയ്തത് കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു ഹോം സ്റ്റേ ആയിരുന്നു. ഹോം സ്റ്റേയിലുള്ള ചേച്ചിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് തഞ്ചാവൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി പഴയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വരാനാണ്. ബസ്സിൽ പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇരുന്നൊരു അമ്മമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കാശ് വേണ്ട, ഫ്രീ ആണെന്ന്. എനിക്കറിയില്ലായിരുന്നു തമിഴ്നാട്ടിലെ ലേഡീസിന് ബസ് യാത്ര ഫ്രീ ആണെന്ന കാര്യം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോ വിളിച്ച് എൻ്റെ ഹോം സ്റ്റേയിലേക്ക് പോവാണ്. ഓട്ടോ അണ്ണന് ഹോം സ്റ്റേയിലെ ചേച്ചിയാണ് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തത്. പിന്നെ കറക്റ്റാണോ നോക്കാൻ ഞാൻ ഗൂഗിളിൽ മാപ്പ് ഇട്ടു. അപ്പം അങ്ങനെ ഞാൻ താമസിക്കുന്ന സ്റ്റേ എത്തി. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2-3 ദിവസം നന്നായിട്ട് സ്റ്റേ ചെയ്തു വിടാം. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ഇവിടെ വേറെ ഗസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ബുക്ക് ചെയ്ത സമയത്ത്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഗാർഡൻ ഏരിയയൊക്കെ. ഇതാണ് ഗേറ്റ്. അപ്പോൾ ഒരു ചേച്ചി അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത സ്ഥലം, തഞ്ചാവൂർ ഹോം സ്റ്റേ. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ റൂം. അത്യാവശ്യം കുറച്ച് വലിയ റൂമാണ്. ഒരാൾക്ക് താമസിക്കാൻ കുറച്ച് അധികമാണെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇതാണ് ബാത്റൂം. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഫ്രഷായി. അവിടെ കെറ്റിലും പിന്നെ ചായയും കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കി. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി അപ്പുറത്തെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെടിക്കൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ അധികം ക്രൗഡും നോയ്സും ഒന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ഥലം. നല്ല സ്റ്റേ ആയിരുന്നു. ഈ കാണുന്നതാണ് അവരുടെ ഓഫീസ്. സ്റ്റേയുടെ അപ്പുറത്ത് തന്നെയാണ് അവരുടെ ഓഫീസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.